നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകണം. അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതായത് ആശുപത്രിയുടെ മലിന ജല സംസ്കരണ പ്ലാന്റിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടി ആശുപത്രിയിലും പരിസരത്തും ശുചിമുറി മാലിന്യങ്ങൾ പരന്നൊഴുകുന്ന അവസ്ഥയാണുള്ളത്. പൊതുമരാമത്തിൽ പരാതി പറഞ്ഞിട്ടും പൈപ്പ് ലൈൻ തകരാറ് പരിഹരിക്കാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടുമില്ല. ദുർഗന്ധം വമിക്കുന്ന മലിനജലം ചവിട്ടിയാണ് രോഗികൾ പോലും ആശുപത്രിയിലേക്ക് എത്തുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ മാലിന്യങ്ങൾ ഒഴുകുന്ന മാൻഹോളിൻ്റെ ഭാഗമാണ്. മെയിൻ റോഡ് സൈഡിലേക്കാണിത് ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. മണ്ണക്കെട്ടിട്ട് 40 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനുകൾ, ഇടുങ്ങിയ കുഴലുകൾ പൊട്ടിയും ഒഴുക്ക് തടസ്സപ്പെട്ടും നിരന്തരം തകരാറാകും. മിക്കവാറും ശുചിമുറി മാലിന്യം പുറത്തേക്ക് പരന്നൊഴുകും. ആതുരാലയങ്ങൾ രോഗാണുവ്യാപന കേന്ദ്രങ്ങളായി പരിണമിക്കുന്നു. അവിടെ ഒഴുകുകയാണ്, നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുക. ഭയങ്കര ദുർഗന്ധമാണ്. ഇതിപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിക്കാൻ വരുന്ന പാവപ്പെട്ട രോഗി ഒരു 100 രോഗവുമായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ മൊത്തം കാണാനുള്ളത്. ആ OP ആ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തുള്ള എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള വേസ്റ്റുകളാണ് ഈ മാൻഹോളിലേക്ക് ഈ ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്നത്. ഭയങ്കര ദുർഗന്ധമാണ്. അത് കൂടാതെ റോഡിൽ പിന്നെ പൊട്ടിയൊലിക്കുന്നുണ്ട്. അത് മഴവെള്ളമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ പൈപ്പ് ജലമാണോ എന്ന് അറിയാതെ ജനങ്ങൾ അതിൽ ചവിട്ടിയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത്. പഴക്കമുള്ള പൈപ്പ് ലൈൻ പൂർണ്ണമായും പരിഹരിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.